ഇത് നമ്മുടെ മുടിയനുണ്ട് പറന്നടിച്ച് വരുന്നത്. നമുക്കിന്ന് ഒസങ്കാടിയാണ് കേട്ടോ പണി. അപ്പോൾ നമ്മുടെ മുടിയൻ ഒസങ്കടിക്കാണ്. അപ്പോൾ നമുക്ക് മുടിയൻ്റെ കൂടെ അങ്ങ് പോവാം. നമ്മുടെ മുടിയൻ ഇതാ പറന്ന് കൊണ്ടിരിക്കുകയാണ്. നമ്മളേതാണ്ട് ഒസങ്കടി എത്താനായി കേട്ടോ. പൊസോട്ട് പല എത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നമ്മളിതാ മലബാർ ഹോട്ടലിൽ നിന്ന് ചായയും കുടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മളെ മുടിയനും ഉണ്ട് കേട്ടോ. മുടിയനെ ഇവിടെ അടുത്തായിട്ടാണ് പണി. അപ്പോൾ നമ്മുടെ മുടിയൻ്റെ വണ്ടി ഇതാ, നമ്മളെ വണ്ടി എടുക്കാൻ പോകണം. നമ്മുടെ ഉണ്ണിയേട്ടൻ്റെ അവിടെ നിന്ന് എല്ലാ സെറ്റപ്പ് ആക്കുന്നത്. മുടിയൻ്റെ താഴോട്ടാണ് പണി. നമ്മളെ മുടിയൻ പോയിട്ടുണ്ട്. നമ്മളെ ഉണ്ണിയേട്ടൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. സൈഡിലൊക്കെ സാധനങ്ങൾ കുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ലെവലാക്കണം. നമ്മളെ വണ്ടി ആദ്യം എടുത്തിട്ട് വരാം. ഇവിടെയൊക്കെ മൊത്തം സാധനങ്ങൾ ഇന്നലെ രാത്രി തന്നെ തട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ലെവൽ ചെയ്യണം. നമ്മുടെ ഒസങ്കടി ടൗൺ ഇതാ ഉണർന്ന് വരികയാണ് കേട്ടോ. സൂര്യനൊക്കെ ഇതാ ഉദിച്ചു വരുന്നു. ഒസങ്കടി പാലാണ് കേട്ടോ ഇത്. ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യമൊന്നുമില്ല. നമ്മളിതാ സർവീസ് റോഡിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ കണ്ടോ, ഫുള്ള് വേസ്റ്റാണ്. ചാക്കിലൊക്കെയാണ് കൊണ്ടുപോയി തള്ളിയിരിക്കുന്നത് വേസ്റ്റ്. ഇതൊന്നും ചോദിക്കാനൊന്നും നിൽക്കാനൊന്നും ഇവിടെ ആളില്ല. അതായത് ഇവിടെ ആരും ഇതിനെപ്പറ്റി ഒന്നും പറയുന്നുമില്ല, ചോദിക്കുന്നുമില്ല. മൊത്തം സൈഡിലൊക്കെ ഫുള്ള് വേസ്റ്റാണ്. ഇത് ചെറിയ ചെറിയ വേസ്റ്റാണ്. ചിലയിടങ്ങളിൽ നല്ല രീതിയിലുള്ള വേസ്റ്റ് ഉണ്ട് കേട്ടോ. അവസാനം നമ്മൾ നടന്ന് നമ്മുടെ വണ്ടീൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ നമ്മുടെ യാർഡ് കിടപ്പുണ്ട് കേട്ടോ. ഇവിടെയായിട്ട് കിടപ്പുണ്ട്. ഇനിയിപ്പോൾ അത് എടുക്കണം. എന്നിട്ട് ലെവലിംഗ് ഒക്കെ തുടങ്ങണം. തൊട്ടപ്പുറത്തായിട്ട് ഹൈവേ ഉണ്ട്. നമ്മുടെ വണ്ടി ഇതാ ഇവിടെ നൈസായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യാർഡാണ് കേട്ടോ ഇത്. വർക്കേഴ്സ് എല്ലാം പണി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വല്ല വണ്ടിയിലോട്ട് കയറാം. നമ്മളവിടുത്തെ വണ്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ ബക്കറ്റ് മൊത്തം സാധനമാണ് കേട്ടോ. എർത്ത് കോമ്പേറ്ററും ഡീസലും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ ഒസങ്കടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പാലത്തിൻ്റെ മുകളിലോട്ട്. സൈഡിൽ കൂടി ട്രെയിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഒസങ്കടി ടൗൺ അതാ നല്ല നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. നമ്മുടെ ഹൈവേ ആയിട്ട് ഒരു മെച്ചമില്ല റെഡിക്ക്. ഈ പാലത്തിന്റെ മുകളിലാണ് കംപ്ലീറ്റ് പരിപാടിയും തിരക്കും കാര്യങ്ങളും. ടൗണിന്റെ മൊത്തം തിരക്കും ഈ പാലത്തിന്റെ മുകളിലാണ്. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ വണ്ടിയിലുള്ള സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. ഇത്രത്തോളം സാധനങ്ങൾ തട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ലെവലാക്കണം. ഇപ്പോൾ കഴിച്ച് നമ്മൾ ഇത്രയും ലെവലാക്കി ഇട്ടിട്ടുണ്ട്. ഇത്രത്തോളം ലെവലാക്കി. ഇനിയിപ്പോൾ കുറച്ച് സാധനം കൂടി പോകണം. ഇവിടുന്ന് അങ്ങോട്ട് ലേശോടി പൊക്കാനുണ്ട്. ഇനിയിപ്പോൾ വണ്ടി വരണം. അപ്പോൾ നമ്മളത് കാത്തിരിക്കുകയാണ്. ഇന്ന് കാര്യമായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. സൺഡേ ആയതുകൊണ്ട് നമ്മുടെ ഒസങ്കടി ടൗൺ ഇങ്ങനെ ഒരു നോർമൽ രീതിയിൽ അങ്ങ് നിൽക്കുകയാണ്. ഇത് നമ്മുടെ ഇന്നലെ ടാർ ചെയ്ത റോഡാണ് കേട്ടോ. ഇത് ഒസങ്കടി ഈ സൈഡായിട്ട് ഫൈനൽ ലെവല്. അപ്പോൾ അത് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടികളൊക്കെ ഇതാ ഇതുവഴിയാണ് കേട്ടോ കടന്നു പോകുന്നത്. നമ്മുടെ ടിപ്പർ ട്രെയിലറൊക്കെ ഇതാ പറന്നടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിനി ചെറിയൊരു ഏരിയ കൂടി ലെവൽ ചെയ്യാനുണ്ട്. ബാക്കിയുള്ള സ്ഥലമൊക്കെ ഇതാ നമ്മുടെ വർക്കേഴ്സ് സൈഡൊക്കെ റെഡിയാക്കി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെയൊക്കെ മണ്ണ് തട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടെ ലെവലിങ് കഴിഞ്ഞിട്ട് വേണം ഇവിടെ വന്നിട്ട് ഈ മണ്ണൊക്കെ റെഡിയാക്കാൻ. ഈ മണ്ണൊക്കെ തട്ടി ലെവലാക്കണം. മൊത്തം അങ്ങോളം ലെവലാക്കണം. പിന്നെ ഈ ഏരിയയിലൊക്കെ ചെറിയ ചെറിയ ഫില്ലിങ് മാത്രമേ ഉള്ളൂ.
വെയില് എന്ന് പറഞ്ഞാൽ കണ്ണ് തുറക്കാനാവുന്നില്ല, അതേമാതിരി വെയിലാണ്. ഇതൊരു റെഡിക്ക് പറഞ്ഞൊരു ബസ് സ്റ്റാൻഡ് പോലെ ആയിട്ടുണ്ട് നമ്മുടെ ഒസങ്കടി ടൗണിൻ്റെ പാലം. ഒരു ബസ് പോയാൽ അടുത്ത ബസ് വരും. ഇതിപ്പോൾ മറ്റേ ബേക്കിലുള്ള ഈ ബസ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ബേക്കിൽ വേറെ ബസ് വരും. ഒരു ബസ് സ്റ്റാൻഡ് തന്നെ എന്ന് പറയാം. നമ്മുടെ ഉണ്ണിയേട്ടൻ നടന്നു വരുന്നുണ്ട്. അടുത്ത ബസ് വന്നു. നമ്മുടെ മേൽപ്പാലാണിത്, ഒസങ്കടി. ഫുൾ ഓട്ടോ സ്റ്റാൻഡും ബസ് സ്റ്റാൻഡും ഒക്കെയാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെയാണ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ വണ്ടി വന്നിട്ടില്ല. വണ്ടി വന്നു കഴിഞ്ഞാൽ ബാക്കി കുറച്ച് ലെവലിങ് കൂടി ബാലൻസ് ഉണ്ട്. നമ്മുടെ വണ്ടി വെച്ചെടുക്കുന്ന അങ്ങോട്ട് ഒരു ചെറിയൊരു കഷ്ണം കൂടി ചെയ്യണം. അപ്പം നമ്മുടെ വർക്കർ സൈഡൊക്കെ ക്ലിയർ ആക്കി പോവാണ് കേട്ടോ. അപ്പോൾ ഒടുക്കത്തെ വെയിൽ. നമ്മുടെ ഉണ്ണിയേട്ടൻ ഒരു തൊപ്പി വാങ്ങാൻ വന്നതാണ്. കണ്ണ് തുറക്കാനാവുന്നില്ല സാറിൻ്റെ വെയിലൊക്കെ പിടുത്തം വിട്ട വെയിലാണ്. സത്യം പറഞ്ഞാൽ കണ്ണ് തുറക്കാനാവുന്നില്ല, കണ്ണ് കാണുന്നില്ല. അപ്പോൾ ഇതാ അവസ്ഥ. ബസ്സിനൊരു കുറവുമില്ല, ബസ് ഇങ്ങനെ നല്ല വീട്ടായിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ GSTയും കാര്യങ്ങളൊന്നും വന്നില്ല, ഇനിയിപ്പോൾ അത് വരണം. ഗൈസ്, നമ്മൾ റോളർ എത്തി കേട്ടോ. നമ്മുടെ റോളർ ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റിനാണ് ഇതിനകത്തുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്തിട്ട ഏരിയ ഒക്കെ ഇതാ ഇവനെ അടിച്ച് കവറാക്കും. ഗൈസ്, ഒസങ്കടി നല്ല തിരക്കാണ് കേട്ടോ. ഈ റെയിൽവേ ട്രാക്കിനെടുക്കുക എത്തുമ്പോഴേക്ക് അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗേറ്റ് അടവാകുമ്പോൾ നമ്മുടെ GSB ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഇത്രത്തോളം ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വണ്ടി ഏതാ ദൂരമായിട്ട് കിടപ്പുണ്ട്. താഴെക്കൂടെ ഏതാ വണ്ടിയൊക്കെ ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ട്രെയിൻ വന്നിട്ടുണ്ട്. ട്രെയിൻ ഇതാ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുവഴി. ഏകദേശം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് ഞായറാഴ്ച കൊണ്ട് വലിയ രീതിയിലില്ല, ഇത്രത്തോളേ ഉള്ളൂ. പക്ഷെ ഓട്ടോ സ്റ്റാൻഡാണ് നമ്മുടെ ഈ പാലത്തിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ ഇതാ നമുക്ക് വേണ്ട ലോഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ തട്ടി റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ലോറി ഇതാട്ടോ, ലോഡ് തട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വണ്ടി ഇത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി പണി തുടങ്ങണം. അവിടെ അത്ര സാധനം വേണ്ടി വന്നില്ല, ബാക്കി നമ്മളിതാ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലഞ്ചൂറായിട്ടാണ് കേട്ടോ. നമ്മളെ വർക്കേഴ്സൊക്കെ ഇതാ അവിടെ തന്നെ ഫ്ലൈറ്റൊക്കെ എടുത്ത് വരുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇതാ മണ്ണ് കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ പണിയും കൂടിക്കൂടി വരുന്നുണ്ട്. നമ്മളെ പണി അപ്പുറം കഴിഞ്ഞിട്ടില്ല. ദൂരെ അതാ നമ്മുടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. നമ്മുടെ റോഷിൻ്റെ റോളർ ഇത് അവിടെ നിർത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പം അതിലിപ്പം ജസ്റ്റിനാണുള്ളത്, റോഷി ലീവാണ്. അപ്പോൾ നമ്മൾ ഇത്രത്തോളം ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഏരിയ നമ്മളിപ്പോൾ ലെവലാക്കി വരുന്നുണ്ട്. നമ്മളെ വണ്ടിയുടെ ഡീസൽ തീർന്നു. അപ്പോൾ നമ്മൾ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ അട്ടാറ് വെയിലാണ്. മൊത്തം ബസ് തന്നെയാണ് ഇവിടെ, ബസ്സിനൊരു കുറവുമില്ല. ഓക്കെ, നമ്മൾ ഇത്രത്തോളം ലെവലാക്കി. ബാക്കി ഇത് പണിക്കാരൊക്കെ വെച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ നേരത്തെ മണ്ണൊക്കെ തട്ടി സ്ഥലത്ത് ആ ഗ്രേഡർ വന്നിട്ട് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ പണിയില്ല, ഗ്രേഡർ ആയിക്കൊള്ളും. ഇത്രത്തോളം ഗ്രേഡർ ലെവലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം മൊത്തത്തിൽ ഫിനിഷ് അടിച്ച് റെഡിയാക്കണം. നമ്മുടെ വണ്ടി ഇതാ ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ GSBയുടെ വർക്കൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ഗ്രേഡർ ഇത് ഇവിടുന്ന് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇതാ ഒസങ്കടിയുടെ പാലാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ സൈഡിലുള്ള സർവീസ് റോഡാണ് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ വർക്ക് ഇനി പെട്ടെന്ന് തന്നെ തീർക്കും. ഇതുവഴി നമുക്ക് ഓപ്പൺ ആക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒന്ന് ഗേറ്റ് തുറന്നുള്ള തിരക്കാണ് ഇവിടെ, ഫുള്ള് തിരക്ക് തന്നെ. ബസ് ഇതാ വരിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 KSRTC പോയി. അതിൻ്റെ വഴി തന്നെ ഇതാ വേറൊരു ബസ് വരുന്നുണ്ട്. അതിൻ്റെ പിറകിലായിട്ട് ഇതാ വേറെ ബസ് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അതും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പിറകിലും ബസ്സുണ്ട് കേട്ടോ. അപ്പോൾ അതാ അതിൻ്റെ പിറകിലുള്ള ബസ് വരുന്ന ഒന്നേ സൈഡിൽ നിൽക്കുന്നു. ഇവിടെ ബസ് കൊണ്ടൊരു ഏറും കളിയാണ്. ഉണ്ണിയാട്ടനാണെങ്കിൽ ഹിന്ദി പറഞ്ഞൂടാ.
ഹിന്ദിക്കാരനാണെങ്കിൽ മലയാളം അറിഞ്ഞൂടാ. പക്ഷെങ്കിൽ രണ്ടാളും തമ്മാതിരി സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് ഇതാ മണ്ണടിച്ച് ഫിനിഷ് ആക്കിയിട്ടിട്ടുണ്ട്. അതിന് സൈഡൊക്കെ കട്ട് ചെയ്യണം, അതിന് ട്രോൾ ചെയ്യണം. അതാണ് പരിപാടി. നമ്മുടെ ഉണ്ണി മേസ്തിരി ഇവിടുന്ന് എന്താ ഈ പൊരി വെയിലത്ത് നിന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയുടെ GSBയുടെ WMൻ്റെ GSBയുടെ ഒക്കെ പണി അവിടെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സൈഡാക്കിയിട്ടുണ്ട്. ഹൊസങ്കടി പാലത്തിൻ്റെ മുകളിൽ എപ്പോഴും തിരക്ക് തന്നെയാണ്. ആളുകൾ ഫുൾ ടൈം ഉള്ള സ്ഥലമാണ് ഹൊസങ്കടി പാലം. അപ്പോൾ നമ്മുടെ ഗ്രേഡർ ഇതാ വലിച്ചു വരികയാണ്. അപ്പോൾ നമ്മുടെ പൊരി വെയിലത്ത് നമ്മുടെ ഗ്രേഡർ സബ്ഗ്രേഡ് ഇങ്ങനെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. വെയിൽ എന്നെല്ലാം പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പക്ഷെങ്കിൽ നമ്മുടെ ഹൊസങ്കടി പാലത്തിൻ്റെ മുകളിൽ എപ്പോൾ നോക്കിയാലും ഇത് ഏതെങ്കിലും ഒരു ബസ്സെങ്കിലും ഉണ്ടാവും. ഇവിടെ അത്രയും ബസ് ഉണ്ട് കേട്ടോ. വെയിൽ എന്ന് പറഞ്ഞാൽ അംഗം കേസ് വെയിലാണ്. അപ്പോൾ നമ്മുടെ ഗ്രേഡർ ചെയ്ത് അവിടുന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ലെവലാക്കി വരുന്നുണ്ട്. നമ്മുടെ ഗ്രേഡർ ഇതാ മൊത്തം മണ്ണൊക്കെ അടിച്ച് ലെവലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോളർ വന്നിട്ട് ഇതാ മൊത്തത്തിൽ അടിച്ച് സെറ്റാക്കുകയാണ്. അതുപോലെ തന്നെ ഇതാ ഹൊസങ്കടി വീണ്ടും ബ്ലോക്കായി കേട്ടോ. എത്രത്തോളം ബ്ലോക്കാണ്, മൊത്തം ബ്ലോക്കാണ്. പക്ഷെ ഇവിടെ ബസ് സൈറ്റ് വിടാത്ത, ഇവിടെ ഇഷ്ടം പോലെ ബസ്സുണ്ട്. ബസ്സിനൊരു കുറവുമില്ല. കണ്ട ഇവിടുന്ന് തന്നെ 1, 2, 3, 4 പിന്നെ അങ്ങനെ ഒന്നും ഇങ്ങോട്ട് വേറെ ബസ് ഇതാ സൈഡിൽ കൂടി വരുന്നുണ്ട്. 5 ബസ് ഇവിടെ തന്നെയായി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ബസ് ഇതാ 6 ബസ് ഈ ഏരിയയിൽ ഇപ്പോൾ ഉണ്ട്. എപ്പോഴും ബസ് ഇവിടെ ഉണ്ടാവും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മുടെ ഗ്രൈഡർ അവിടെ ലെവലൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഇതാ അവിടെ റോളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആണെങ്കിലും ഒടുക്കത്തെ ബ്ലോക്കും. ആ കാണുന്ന നമ്മുടെ മണ്ണിൻ്റെ ലോറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മണ്ണ് തട്ടിക്കണം. അപ്പോൾ ഈ ലോറിങ് വരാൻ പറ്റുന്നില്ല, കംപ്ലീറ്റ് ബ്ലോക്കാണ്. അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്, മണ്ണ് തട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഏരിയ കുറച്ചുകൂടെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അപ്പോൾ റോളർ അടിച്ച് മൊത്തം നല്ല കണ്ണാടി പോലെ ആക്കി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മണ്ണിൽ അവിടെ തട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ലെവലാക്കണം. അടുത്ത പരിപാടി അതാണ്. നമ്മുടെ ലോറി അത് അതുവഴി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ്, പണിയെന്ന് പറഞ്ഞാൽ നല്ല പണിയാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ വെയിൽ ഒരു രക്ഷയില്ല. നമുക്ക് വെയിലത്ത് നിൽക്കുക പറ്റുന്നില്ല. റെഡിക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്തത്രയും വെയിലാണ്. നമ്മളിപ്പോൾ സർവീസ് റോഡിൻ്റെ പണിയിലാണുള്ളത്. കണ്ടോ, മൊത്തം ഇവിടെയൊക്കെ റെഡിയാക്കി വരുന്നുണ്ട്. നമ്മൾ ഹൊസങ്കടി പാലത്തിനടുത്തായിട്ട് ഹൊസങ്കടി പാലം എന്നൊക്കെ ഇവിടെ കാണാം. താഴേക്ക് നമ്മുടെ സൈഡിലായിട്ട് കോൺക്രീറ്റ് ഒക്കെ അടിച്ച് വരുന്നുണ്ട്. ഈ ഒരു സർവീസ് റോഡ് ഇത് റെഡിയാക്കാനാണ് നമ്മുടെ അടുത്ത പരിപാടി. ഇനിയിപ്പോൾ മൊത്തത്തിൽ ഫോർമേഷനൊക്കെ ചെയ്ത് GSB ഒക്കെ ഇട്ട് റെഡിയാക്കണം. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. നമ്മളെ ജസ്റ്റിന് ഇതാ റോളർ അടിച്ച് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ടാങ്കർ ലോറി വന്നിട്ട് മൊത്തം നനക്കാണ്. ഇതാട്ടോ ഹൊസങ്കടി വൈകുന്നേരം 4:30 ആ ടൈമിലുള്ള കാഴ്ച ചെയ്ത്. ബസ്സിനൊരു കുറവും പിടിയില്ല, ഫുള്ള് ബസ്സാണ്, നല്ല തിരക്കാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് വേണം പറയാൻ, മൊത്തം ബസ്സാണ്. അതുപോലെ നമ്മൾ ടാങ്കർ ഇവിടുന്ന് നനച്ച് പോകുന്നുണ്ട്. ടാങ്കർ ഇത് അടിച്ച് കുളിപ്പിക്കുകയാണ് മൊത്തത്തിൽ. ഫുള്ളായിട്ട് നനച്ച് എന്നിട്ട് റോളർ അടിക്കണം. എന്നാൽ നല്ലോണം സെറ്റായി നിന്നോളും സാധനം. അപ്പോൾ നല്ല മഴ പോലെ പെയ്തുകൊണ്ട് ഇങ്ങനെ പോവാണ്. ഇവിടെ ഈ റെയിൽവേ ഗേറ്റ് ക്ലോസ് ആയതാണ് ഇത്രയും തിരക്കിനുള്ള കാരണം. മൊത്തം ബ്ലോക്കായി. അപ്പം താഴെയായിട്ട് നമ്മുടെ PTR മെഷീനിൽ നിർത്തിയിട്ടുണ്ട്. ഫുള്ള് നനച്ച് സെറ്റാക്കി കേട്ടോ. ഇപ്പോൾ റോളർ
സർവീസ് റോഡ് നമുക്ക് ആ അപ്പുറമുള്ള സർവീസ് റോഡായിട്ട് ബന്ധിപ്പിക്കണം. നമ്മുടെ പാലത്തിൻ്റെ താഴെയായിട്ട് നമ്മുടെ PTR ഇവിടുത്തെ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. നമ്മുടെ 2-3 PTR അതിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. നാളത്തെ താറിങ്ങിൻ്റെ ഏരിയയിലോട്ട് മാറ്റി വെക്കാൻ വേണ്ടി പോവാണ്. ഇത് വീണ്ടും ബ്ലോക്കായി കേട്ടോ. ഗേറ്റ് അടച്ചു. ഇനിയിപ്പോൾ ഇതാ നല്ല കട്ടക്ക് ബ്ലോക്ക് കൊടുക്കാൻ വരും. ടൗണ് മൊത്തത്തിൽ നമ്മൾ ഈ പാലത്തിൻ്റെ മുകളിൽ തന്നെയാണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇതാ മൊത്തം റോളർ അടിച്ച് ഫിനിഷാക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ഘട്ടം റോളർ അടിയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ മൊത്തം ബസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ലോക്കാണ് കേട്ടോ. ഫുള്ള് ബസ്സാണ്. സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങി, അസ്തമിക്കാറായി തുടങ്ങി. ഗൈസ്, അപ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വല്ല റൂമിലേക്ക് പോവാം.